നമസ്കാരം. ലോകത്തെ ഏറ്റവും പഴക്കച്ചെന്ന വിമാന കമ്പനികളിലൊന്നാണ് ഗരുഡ എയർലൈൻസ്. ഇന്തോനേഷ്യൻ സർക്കാരിൻ്റെ സ്വന്തം ഔദ്യോഗിക വിമാന കമ്പനിയാണ് ഗരുഡ എയർലൈൻസ്. ലോകത്തെ ഏറ്റവും നല്ല ക്യാബിൻ ക്രൂ ഇവരുടേതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഇതിന് നിരവധി പുരസ്കാരങ്ങളും ഈ സ്ഥാപനം നേടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഗരുഡ എയർലൈൻസ് അവരുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണമായത് ഇവരുടെ വിമാനത്തിൽ യാത്ര ചെയ്ത ഒരാളുടെ മൊബൈൽ ഫോൺ മോഷണം പോയതുമായി ബന്ധപ്പെട്ടാണ്. ഐഫോണാണ് ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മൈക്കൽ ടിജൻദാര എന്ന ഒരു യാത്രക്കാരനാണ് ജക്കാർത്തയിൽ നിന്ന് മെൽബണിലേക്ക് ഇവരുടെ വിമാനത്തിൽ യാത്ര ചെയ്തത്. വിമാനത്തിൽ കയറിയിരുന്നതിൻ്റെ പിന്നാലെ തന്നെ തൻ്റെ മുന്നിലുണ്ടായിരുന്ന സീറ്റിലെ കവറിൽ ഇദ്ദേഹം തൻ്റെ ഐഫോൺ വെച്ചു. അതിനുശേഷം വിമാനം ടേക്ക് ഓഫ് ചെയ്തു. തുടർന്ന് ഇദ്ദേഹം സീറ്റ് മാറിയിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് തൻ്റെ ഐഫോൺ കാണുന്നില്ലല്ലോ എന്ന കാര്യം അദ്ദേഹം ഓർത്തത്. തിരികെ വന്ന് നേരത്തെ വെച്ചിരുന്ന ആ സീറ്റിലെ കവറിൽ നോക്കുമ്പോൾ മൊബൈൽ ഫോൺ കാണുന്നില്ല. വിമാനം മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും ഈ മൊബൈൽ ഫോൺ കണ്ടെത്താൻ ആർക്കും തന്നെ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മെൽബണിലെത്തിയതിന് ശേഷം ടിജൻദാര അതിനുള്ളൊരു ഉപായം കണ്ടുപിടിച്ചു. ഫൈൻഡ് മൈ ഐഫോൺ എന്ന ആപ്പ് ഉപയോഗിച്ചാണ് തുടർന്ന് അദ്ദേഹം തൻ്റെ ഐഫോൺ എവിടെയുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ ശ്രമിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫോൺ ഇപ്പോൾ വിമാനത്തിനുള്ളിലല്ല, മെൽബണിൽ തന്നെയാണ് ഉള്ളതെന്നും അതൊരു പാലത്തിന് സമീപമാണ് ഉള്ളതെന്നും മനസ്സിലാക്കി. ഇതിനടുത്തുള്ള ഒരു ഹോട്ടലിലാണ് വിമാനത്തിലെ ക്രൂ താമസിച്ചിരുന്നത്. സ്വാഭാവികമായും ഇത് അവരുടെ ആരുടെയെങ്കിലും കൈവശം തന്നെ ഈ മൊബൈൽ എത്തിക്കാണും എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കേണ്ടിയും വരും. തുടർന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ തൻ്റെ ഫോൺ നഷ്ടപ്പെട്ട കാര്യവും തുടർന്ന് നടന്ന അന്വേഷണത്തെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായ പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഈ അന്വേഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരമാവധി ടാഗ് ചെയ്യണം എന്ന് അദ്ദേഹം തൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ വാർത്ത വലിയ വിവാദമായതോടുകൂടി വിമാന കമ്പനി വെട്ടിലായി. അവർ തങ്ങളുടെ ഒരു പ്രതിനിധിയെ പെട്ടെന്ന് തന്നെ മെൽബണിലേക്ക് അയച്ച് ഈ ടിജൻദാരയ്ക്ക് വേണ്ടുന്ന സാങ്കേതിക സഹായങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഐഫോൺ ഇനിയും കണ്ടുകെട്ടിയിട്ടില്ല. എന്നാൽ കമ്പനി അവരുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ചെയ്തത് ആ വിമാനത്തിലെ മുഴുവൻ ജീവനക്കാരെയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു. തൽക്കാലം ഇവർക്കെല്ലാം പണി പോയി എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. പക്ഷേ മൊബൈൽ ഫോൺ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഏതോ ജീവനക്കാരുടെ കൈവശം തന്നെ ഈ ഐഫോൺ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും അത് കണ്ടുകിട്ടുന്നവരെ തൻ്റെ പോരാട്ടം തുടരാനാണ് ടിജൻദാര തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളോട് പറയുന്നത്, ഇത് എൻ്റെ ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട കാര്യമല്ല, നാളെ നിങ്ങൾക്ക് ആർക്കും ഇത് സംഭവിക്കാം. വിമാനയാത്രയിൽ നിങ്ങൾക്ക് എത്രത്തോളം സുരക്ഷിതമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ദയവായി എൻ്റെ ഈ പോസ്റ്റുകളൊക്കെ തന്നെ പരമാവധി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ടിജൻദാര ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗരുഡ വിമാന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും തങ്ങളുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കാരണം പല പ്രാവശ്യമാണ് ഏറ്റവും മികച്ച ക്യാബിൻ ക്രൂവിനുള്ള അന്തർദേശീയ പുരസ്കാരങ്ങൾ ഈ കമ്പനി നേടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു മോഷണം ലോകവ്യാപകമായി സമൂഹ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് തങ്ങളെ ദോഷകരമായി തന്നെ ബാധിക്കും എന്ന് കമ്പനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ടിജൻദാരയ്ക്ക് വേണ്ടി അവർ കയ്യും മെയ്യും മറന്ന് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്.